ഹലോ ഓൾ, PSC ട്രെയിനിങ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. LDC മെയിൻസ്, LGS മെയിൻസ് എന്നീ പരീക്ഷകൾക്ക് 20 മാർക്കിനും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് 15 മാർക്കിനും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങളുണ്ടാകുക. അതുകൊണ്ട് തന്നെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ കറണ്ട് അഫയേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കേരള ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി. അപ്പോൾ രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ ശാക്തീകരണം ലക്ഷ്യമാക്കി ഗ്രാമീൺ മിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗോവ. നമുക്കൊന്നുകൂടെ നോക്കാം. 2023 ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ ശാക്തീകരണം ലക്ഷ്യമാക്കി ഗ്രാമീൺ മിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ഗോവയാണ് 2023 ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ ശാക്തീകരണം ലക്ഷ്യമാക്കി ഗ്രാമീൺ മിത്ര പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? അപ്പോൾ ഉത്തരം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പാളയം, തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്ന ജില്ല. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറണാകുളം. അപ്പോൾ 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്ന ജില്ല. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 3 നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി, നിങ്ങൾ. അപ്പോൾ ചന്ദ്രയാൻ 3 നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നിങ്ങളും. അപ്പോൾ ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നിങ്ങളും എന്ന സന്ദേശമാണ് ചന്ദ്രയാൻ 3 നിന്ന് ISROയ്ക്ക് ആദ്യം ലഭിച്ച സന്ദേശം. അടുത്ത ചോദ്യം നോക്കാം. ജീവൻ്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ എൻസെലാഡസ് എന്ന ഉപഗ്രഹം ഏത് ഗ്രഹത്തിൻ്റേതാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശനി. അപ്പോൾ ജീവൻ്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ എൻസെലാഡസ് എന്ന ഉപഗ്രഹം ശനിയുടെ ഉപഗ്രഹമാണ്. അപ്പോൾ ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസിലാണ് ജീവൻ്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മാസം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2023 ജൂലൈ. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2023 ജൂലൈയാണ്. അപ്പോൾ 2023 ജൂലൈയാണ് ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2023 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മാർഗി. അപ്പോൾ 2023 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ
കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗിയാണ്. അപ്പോൾ മാർഗിയാണ് 2023 50 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യം ഉന്നയിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിണറായി വിജയൻ. അപ്പോൾ ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനാണ് ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, നന്ദിനി ഗുപ്ത. അപ്പോൾ 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത നന്ദിനി ഗുപ്തയാണ്. അപ്പോൾ നന്ദിനി ഗുപ്തയാണ് 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത. അടുത്ത ചോദ്യം നോക്കാം. കൈമൊഴി എന്ന ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ഭരണകൂടമാണ് കൈമൊഴി എന്ന ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം. അപ്പോൾ കൈമൊഴി എന്ന ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം തൃശ്ശൂർ ജില്ലാ ഭരണകൂടമാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം എത്രയാണ്? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 60 km/h. അപ്പോൾ സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം 60 km/h ആണ്. സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം 60 km/h ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയും ചന്ദ്രനും സംയുക്തമായി വിക്ഷേപിക്കുന്ന ചാന്ദ്രദൗത്യം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ലൂപ്പെക്സ്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി വിക്ഷേപിക്കുന്ന ചാന്ദ്രദൗത്യം ലൂപ്പെക്സ് ആണ്. അപ്പോൾ ലൂപ്പെക്സ് ആണ് ഇന്ത്യയും ജപ്പാനും സംയുക്തമായി വിക്ഷേപിക്കുന്ന ചാന്ദ്രദൗത്യം. അടുത്ത ചോദ്യം നോക്കാം. വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണം ഇടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. അപ്പോൾ വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളമാണ് വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം. ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 1930. അപ്പോൾ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 എന്നത്. അപ്പോൾ 1930 എന്നതാണ് ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ത്രിപുര. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ചത് ത്രിപുരയാണ്. അപ്പോൾ ത്രിപുരയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. അപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം. അടുത്ത ചോദ്യം നോക്കാം. 36ാം ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം.
അപ്പോൾ ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ്. അപ്പോൾ സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നതാണ് 36ാം ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ 36ാം ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം എന്താണ്? സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി ODEPCൻ്റെ സഹകരണത്തോടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഉന്നതി. അപ്പോൾ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് ODEPCൻ്റെ സഹകരണത്തോടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഉന്നതി. അപ്പോൾ ഉന്നതി എന്ന സ്കോളർഷിപ്പ് പദ്ധതി പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി ODEPCയുടെ സഹകരണത്തോടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.